ഹായ് ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ലിവിങ് ഏപ്രിൽ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പ്രിലിം സീരീസിൽ എങ്ങനെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ PSC പഠിച്ചു തുടങ്ങാം, ഓക്കെ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു സീരീസ് ആയിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയ വീഡിയോ അല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടൊരു സീരീസ് ആക്കിക്കൂടാ എന്ന് ലാസ്റ്റാണ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അപ്പോൾ അത് പാർട്ട് 1 ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കാണുക, ഓക്കെ. അതിൽ ഞാൻ മെയിനായിട്ടും ഞാൻ ബിഗിനറായിരുന്ന സമയത്ത് എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തു, അതിനെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത്. ഇപ്പോഴും ഒരു ജൂനിയർ തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ച കുറച്ച് ടെക്നിക്സും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി അതിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഈ പാർട്ട് 2 ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്ക് നമ്മൾ എങ്ങനെ ആക്ച്വലി പഠിക്കുന്നത്, ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടെലിഗ്രാമിൽ സിലബസ് എടുത്ത് നോക്കുവാണ്. ലെറ്റ്സ് ടോക്ക് PSC റിയാലിറ്റി, ആ ഒരു ചാനലിലാണ് ഞാൻ ഇത് നോക്കിയത്. അപ്പോൾ അതിൽ സിലബസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സിലബസ് LGSൻ്റെ സിലബസാണ്. അപ്പോൾ അതിൽ ഓരോ മാർക്കും ഓരോ ടോപ്പിക്കും അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കിനെ തന്നെ സബ് ഡിവൈഡ് ചെയ്ത് പിന്നെയും ചെറിയ ചെറിയ മാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടില്ലെങ്കിൽ ആ ടെലിഗ്രാം ചാനലിൽ പോയി ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൽ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി 22-ാം തീയതി പ്രിലിംസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിലബസ് ഇതിനകത്ത് പ്രത്യേകം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി കിട്ടിയവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവരാണെങ്കിൽ ആ ചാനലിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ സിലബസ് കാണുമ്പോൾ തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഒറ്റയടിക്ക് മുഴുവൻ വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ കാണുമ്പോൾ തന്നെ ഒരു പേടിയുണ്ടാവും. ഞാൻ തന്നെ ആദ്യം സിലബസ് ഇങ്ങനെ പതുക്കെ സ്ക്രോൾ ചെയ്ത് നോക്കും, എന്തൊക്കെയുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത്, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൈവരിച്ചേക്കുന്നത് ഏത് സബ്ജക്റ്റിലാണെന്നൊക്കെയാണ് ഞാൻ നോക്കിയത്. എന്നിട്ട് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ സംഭവവും ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ഉദാഹരണത്തിന് ഹിസ്റ്ററി ആണെങ്കിൽ അതിലുള്ള ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തിട്ട്, ജനറൽ നോളജ് ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ നോക്കും. ആദ്യം സിലബസിനെ തന്നെ ഒന്ന് പരിചയപ്പെടുകയാണ് ഞാൻ ഇത്ര തന്നെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പേജ് കണ്ടൊക്കെ നമുക്ക് ഒരു ഭയം ഉണ്ടാവും. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, നമുക്കത് വഴിയെ പഠിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 ആണ്. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളുമാണ് ഞാൻ പഠിക്കുന്നത്. അത് ഞാൻ എടുത്തതിന് ശേഷം ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അതിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ടോപ്പിക്സ് പോർഷൻസ് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോരാ. നമുക്ക് റാങ്ക് ഫയൽ വേണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ ഒരു ബിഗിനറാണെങ്കിൽ ആദ്യമേ ചടിക്കൊരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. നമ്മൾ മനഃപ്പാടാക്കി പഠിക്കേണ്ടതേ, നമ്മൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഒരു തവണ വായിച്ചാൽ പോലും നമ്മൾ പഠിക്കേണ്ടെന്ന് വെച്ച് ജസ്റ്റ് നമ്മൾ വായിക്കുവാന്ന് വെച്ചോ, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും. ആ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ വായിച്ചതാണെന്നുള്ളൊരു ഓർമ്മയിൽ നമ്മൾ എഴുതും. അതിനുശേഷം ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കൊട്ട് മനസ്സിലാത്ത കാര്യങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ നോക്കി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഉടനെ റാങ്ക് ഫയൽ എടുക്കും. റാങ്ക് ഫയൽ വെച്ചിട്ടുള്ള അത്രയും മേടിക്കാൻ ഞാൻ മേടിച്ചത് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ 800 രൂപയുടെ റാങ്ക് ഫയലാണ്. ലക്ഷ്യയുടെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ പഠിച്ച ടോപ്പിക്കിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഇതിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ 2024 തന്നെ 3 സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ശില്പി ആരാണ്, ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്, ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു, ശില്പി എന്നറിയപ്പെടുന്നത് അംബേദ്കറാണ്. അത് മാറിപ്പോകരുത്. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്.
ഇന്നലെ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്നും കൂടെ റിവൈസ് ചെയ്തെടുത്ത് നോക്കി. ഞാനിങ്ങനെ ഷോർട്ട് നോട്ടായിട്ട് ചെറിയ കുഞ്ഞി പേപ്പറിൽ ഇടുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ എളുപ്പമാണ്. സ്റ്റാപ്ലർ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തത് ആ ഓർഡറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റിവൈസ് ചെയ്യാൻ കുറച്ചും എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ റിവൈസ് ചെയ്തൊക്കെ നോക്കി അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പ്രീവിയസ് ഇയർ നോക്കിയിട്ട് അതിൽ എനിക്ക് മറന്നു പോകുന്ന കുറച്ച് വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിച്ച് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പഠിച്ചത് ഒരു PYQ ചെയ്തു, കറണ്ട് അഫയേഴ്സ് പഠിച്ചു, റിവിഷൻ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു ചാപ്റ്ററിൽ കുറച്ച് മീനിങ്സ് പഠിച്ചു. ഇംഗ്ലീഷിൽ +1 +2 ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ കടുകട്ടിയായിട്ടുള്ള മീനിങ്സ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.